ഹിമയുഗം വീണ്ടും എത്തുകയാണോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയെ പൊതിഞ്ഞ മഞ്ഞിൻ പാളികൾ വീണ്ടും വരവറിയിച്ചിരിക്കുകയാണോ? കാലാവസ്ഥാ മാറ്റവും മനുഷ്യന്റെ പ്രകൃതി ചൂഷണത്തിനുമൊക്കെ ഭൂമി മറുപടി നൽകുകയാണോ? 11,000 വർഷം മുൻപ് ഭൂമിയിൽ നിന്നും ധ്രുവപ്രദേശങ്ങളിലേക്ക് പിൻവലിഞ്ഞ ആ ഹിമാദ്രികൾ ഭൂമിയെ വിഴുങ്ങാൻ വീണ്ടും എത്തുന്നു. അന്നത്തെ ഹിമയുഗത്തെ മനുഷ്യൻ എങ്ങനെയായിരുന്നു അതിജീവിച്ചത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ വീഡിയോ മുഴുവനായി കാണുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വിശാലമായ ഹിമാനികൾ ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടന്നിരുന്നു. എങ്ങും ഹിമം മാത്രം. ഈ സമയത്ത് താപനില കുത്തനെ കുറയുകയും സമുദ്രനിരപ്പ് ഗണ്യമായി കുറയുകയും ചെയ്യും. 10,000-കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന അവസാനത്തെ ഹിമയുഗം അന്ന് വരെയുള്ള ജീവജാലങ്ങളെ ഭൂമുഖത്ത് നിന്ന് മാറ്റി. ആ ഹിമയുഗത്തെ അതിജീവിച്ചവരുടെ ഭൂമിയായി പിന്നീട് അത് മാറി. അതിശൈത്യം പല ജീവജാലങ്ങളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും. പലതും ഭൂതകാലത്തിലേക്ക് മാറും. മൃഗങ്ങൾ വിഭവങ്ങൾ തേടി പല ഭാഗത്തേക്കും കുടിയേറി തുടങ്ങും. ആദിമ മനുഷ്യർ നവീകരിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ്. അവന്റെ ജീവിതം സുഗമമാക്കാൻ അവൻ ഉപകരണങ്ങൾ സൃഷ്ടിക്കുകയും പുതിയ ജീവിത രീതികൾ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇനിയും ഇങ്ങനൊന്ന് ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് പരിശോധിക്കാമല്ലേ. എന്താണ് ഹിമയുഗം എന്ന് ആദ്യം പറയാം. ഭൂമിയുടെ താപനിലയിൽ വളരെയധികം കുറവുണ്ടായ ചില സുദീർഘമായ കാലയളവുകളെയാണ് നമ്മൾ ഹിമയുഗം എന്ന് പറയുന്നത്. ധ്രുവങ്ങളിലെയും ഭൂഖണ്ഡങ്ങളിലെയും മഞ്ഞുപാളികളും ഹിമാനികളും ഇക്കാലയളവിൽ വളരെയധികം വലുതാകുന്നു. ഗ്ലേസിയേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഹിമപാളികളുള്ള കാലഘട്ടത്തെയാണ് ശാസ്ത്രീയപരമായി ഹിമയുഗം എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ്, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ ഹിമപാളികൾ ഇപ്പോഴും ഉള്ളതിനാൽ ഭൂമിയിൽ എപ്പോഴും ഹിമയുഗമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നിവിടങ്ങളിൽ തണുത്തുറഞ്ഞ ഹിമപാളികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തെയാണ് ഹിമയുഗം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഹിമയുഗം ഏകദേശം 11,000 വർഷം മുൻപ് അവസാനിക്കുകയായിരുന്നു. ഹിമയുഗ കാലഘട്ടത്തിൽ തന്നെ താരതമ്യേന ചൂടേറിയ കാലയളവിനെ ഇന്റർഗ്ലേഷ്യൻ കാലയളവ് എന്നും മഞ്ഞുമൂടി താപനില വളരെ താഴ്ന്നിരിക്കുന്ന കാലയളവിനെ ഗ്ലേഷ്യർ കാലയളവും എന്നും പറയുന്നുണ്ട്. നിലവിലെ ഹിമയുഗത്തിലെ ഒരു ഇന്റർഗ്ലേഷ്യൻ കാലയളവാണ് ഭൂമിയിൽ ഇപ്പോൾ തുടരുന്നത്. എന്താണ് ഹിമയുഗത്തിന്റെ കാരണം എന്നാണ് ഇനി പറയുന്നത്. ഹിമയുഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇന്നും തർക്ക വിഷയമായി തന്നെ തുടരുകയാണ്. വൻതോതിലുള്ള ഹിമയുഗ കാലഘട്ടങ്ങളും ഹിമയുഗ കാലത്തുള്ള മാറി മാറി വരുന്ന ഗ്ലേഷ്യൻ, ഇന്റർഗ്ലേഷ്യൻ കാലഘട്ടങ്ങളുടെയും കാരണങ്ങൾ ഇതുവരെയും പൂർണ്ണമായും വിശദീകരിക്കാൻ ശാസ്ത്രത്തിനായിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയവയുടെ മൂലകങ്ങളുടെ സാന്ദ്രത പോലുള്ള അന്തരീക്ഷ ഘടകങ്ങൾ, ഭൂമിയുടെ പ്രദക്ഷിണ പഥത്തിലെ വ്യതിയാനങ്ങൾ, ഭൗമഫലകങ്ങളുടെ ചലനം മൂലമുണ്ടാകുന്ന ഭൂഖണ്ഡ സമുദ്ര ഭൗമപാളികളുടെ സ്ഥാനത്തിലുള്ള ആപേക്ഷിക വ്യത്യാസം, കാറ്റുകളിലും സമുദ്രജല പ്രവാഹത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ, സൂര്യവികിരണങ്ങളിലെ മാറ്റങ്ങൾ, ഭൂമിയുടെയും ചന്ദ്രന്റെയും പ്രദക്ഷിണ പഥങ്ങളുടെ പ്രത്യേകതകൾ, വൻ ഉൽക്കാപതനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഹിമയുഗമുണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് അനുമാനിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ചില ഘടകങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ രാസസംയോജനത്തിലുള്ള മാറ്റങ്ങൾ കാലാവസ്ഥയെ സ്വാധീനിക്കും. അതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങൾ അന്തരീക്ഷ രാസസംയോജനം മാറ്റുവാനും ഇടയാകും. അന്തരീക്ഷ വ്യതിയാനങ്ങളിൽ ഹിമയുഗത്തിന്റെ കാരണമായതിൽ ഏറ്റവും പ്രസക്തമായത് ഹരിതഗൃഹവാതകങ്ങളുടെ അളവിന്റെ വ്യതിയാനങ്ങളാണ്. ഹിമയുഗം തുടങ്ങുമ്പോൾ ഈ വാതകങ്ങളുടെ അളവ് കാര്യമായി കുറഞ്ഞുവെന്നതിനും ഹിമയുഗം അവസാനിക്കാറായപ്പോൾ അത് കൂടിയെന്നതിനും തെളിവുകളുണ്ട്. പക്ഷേ ഇതിനുള്ള കാരണവും അതുണ്ടാക്കിയ പ്രഭാവവും തെളിയിക്കുക ബുദ്ധിമുട്ടാണ്. ഹിമയുഗത്തിന്റെ കാരണങ്ങളായി പറയപ്പെടുന്ന ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനചലനവും അഗ്നിപർവ്വത പ്രക്രിയകളും ഒക്കെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായ വ്യതിയാനത്തിന് കാരണമായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഹിമയുഗത്തെ മനുഷ്യൻ അതിജീവിച്ചത് എങ്ങനെയെന്നതാണ് അടുത്ത ചോദ്യം. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഹിമയുഗത്തെ മനുഷ്യർ അതിജീവിക്കുകയായിരുന്നു. 24,000-നും 21,000-നും വർഷങ്ങൾക്കിടയിൽ ഭൂമിയെ പൊതിഞ്ഞ ശൈത്യകാലത്തെ മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് നേരിട്ടു. വലിയ ഹിമപാളികൾ വടക്കേ അമേരിക്കയെയും വടക്കൻ യൂറോപ്പിനെയും ആകെ മൂടിയ കാലഘട്ടമാണത്. ആഫ്രിക്കയിലെ കിളിമാഞ്ചാരോ, തെക്കേ അമേരിക്കയിലെ ആൻഡീസ് തുടങ്ങിയ പർവ്വതനിരകൾ ഹിമാനി പൊതിഞ്ഞ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ആധുനിക മനുഷ്യ സമൂഹമായ ഹോമോ സാപ്പിയൻസിന്റെ പൂർവിക തലമുറയിൽപ്പെട്ടവർ ആഫ്രിക്കൻ ഹൃദയഭൂമിയിൽ നിന്ന് വടക്കൻ യൂറോപ്യൻ, യുറേഷ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു. മസ്തിഷ്ക വികാസം പ്രാപിച്ച മനുഷ്യൻ അത്യാധുനിക ഉപകരണങ്ങളും കൊണ്ട് സായുധധാരികളായവർ നമ്മളോട് ഏറെ സാമ്യം പുലർത്തുന്നവരുമാണ്. അവരുടേത് അതിജീവനം മാത്രമായിരുന്നില്ല. പ്രകൃതിയോടും കാലാവസ്ഥയോടും കലഹിച്ച് അവർ അഭിവൃദ്ധിപ്പെട്ടു. അവർ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടേയിരുന്നു. ഷെൽട്ടറുകൾ നിർമ്മിച്ച് അവിടെ ചൂടുറപ്പാക്കി അവർ താമസം ആരംഭിച്ചു. മനുഷ്യൻ അവരുടെ ആശയവിനിമയം ഉപയോഗപ്പെടുത്തി അവിടെ നിന്നും അവരുടെ സാമൂഹിക ജീവിതം പടുത്തുയർത്തി. അത് അവരെ അതിജീവനത്തിന് പ്രാപ്തരാക്കി എന്ന് വേണം പറയാൻ. ഇവിടെ വെച്ചാണ് മനുഷ്യൻ വസ്ത്രം പോലും ധരിച്ചു തുടങ്ങുന്നത്. തുകൽ കൊണ്ടും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ രോമം ഉപയോഗിച്ചും ശരീരത്തിന് ചൂട് നിർത്തി അവർ ഹിമയുഗത്തെ അതിജീവിച്ചു. അവസാനത്തെ ഹിമയുഗം എന്നായിരുന്നു എന്ന് പറയാം.
ഏകദേശം 11,700 വർഷങ്ങൾക്ക് മുൻപ് നിലവിലെ ഇന്റർഗ്ലേഷ്യൻ കാലഘട്ടത്തിന്റെ തുടക്കമായ ഹോളോസീൻ യുഗത്തിന്റെ ആരംഭത്തോടെ ഹിമയുഗം അവസാനിച്ചു എന്നാണ് പറയുന്നത്. ശൈത്യം മൂടിക്കിടന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മഞ്ഞുരുകിപ്പോയി, മണ്ണ് കാണാൻ തുടങ്ങി. ഹിമയുഗത്തിന്റെ തുടക്കത്തിലെ പോലെ തന്നെ ആ കാലാവസ്ഥാ മാറ്റത്തെ അംഗീകരിക്കാൻ കഴിയാതെ വന്ന പല ജീവജാലങ്ങളും മഞ്ഞുരുക്കത്തിൽ ഇല്ലാതായി. ഹോമിനിഡേ കുടുംബത്തിലെ നിയാണ്ടർതാലുകളും അപ്പോഴേക്കും നശിച്ചുപോയിരുന്നു. എന്നാൽ ഹോമോസാപ്പിയൻസ് അതിജീവിച്ചു. ഭൂമിയിൽ സംഭവിച്ച ഈ പരിവർത്തനം ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും കാരണമായി. അത് മനുഷ്യ സമൂഹങ്ങളുടെ വികാസത്തിന് നിർണായകമായി മാറുകയായിരുന്നു. ഹിമാനികൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. തീരപ്രദേശങ്ങളും പരിസ്ഥിതി വ്യവസ്ഥകളും സൃഷ്ടിക്കപ്പെട്ടു. അന്തരീക്ഷം ചൂട് പിടിക്കാൻ തുടങ്ങി. സൂര്യന്റെ ചൂടും മണ്ണിലെ നനവും ഭൂമിയിൽ വർഷങ്ങൾക്ക് ശേഷം പച്ചപ്പ് വിരിച്ചു. ചൂട് പിടിച്ച കാലാവസ്ഥ വനങ്ങളുടെയും പുൽമേടുകളുടെയും വളർച്ചയെ പിന്തുണച്ചു. മനുഷ്യൻ നദീതടങ്ങളിലേക്ക് കുടിയേറി തുടങ്ങി. വേട്ടയാടി നടന്നവർ കൃഷിയിലേക്ക് തിരിഞ്ഞു. വേട്ടയ്ക്ക് ആയുധം പണിതവർ കൃഷിക്ക് ആയുധമുണ്ടാക്കി. മനുഷ്യൻ പുതിയ സംസ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇനിയും ഹിമയുഗം വരാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ അടക്കമുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നത് 1,00,000 വർഷം കൂടുമ്പോൾ ഭൂമിയിൽ മഞ്ഞ് മൂടുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിമയുഗമുണ്ടാകുന്നത് എന്നല്ലേ പറയാം. സമുദ്രങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ പരിണാമത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഹിമയുഗങ്ങൾ. ഓരോ 1,00,000 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ഹിമയുഗം സംഭവിച്ചിട്ടുള്ളത്. 10,00,000 വർഷങ്ങൾക്ക് മുൻപാണ് 1,00,000 വർഷം എന്ന ഇടവേള ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഓരോ 40,000 വർഷത്തിലും ഭൂമിയിൽ ഹിമയുഗം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്രേ. ഭൂമിയിലെ സമുദ്രങ്ങൾ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശേഖരിച്ചു വെക്കുന്നതാണ് ഹിമയുഗത്തിന്റെ പ്രധാന കാരണമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അസാധാരണമായ തോതിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കുറയുന്നത് താപനില കുറയുന്നതിന് കാരണമാകും. സമുദ്രങ്ങളും അവയിലെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഹിമയുഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കാർഡിഫ് സർവകലാശാലയിലെ ഗവേഷകരാണ്. ഓരോ ഹിമയുഗത്തിലും വടക്കേ അമേരിക്കയും യൂറോപ്പും ഏഷ്യയും തുടങ്ങി ഭൂമിയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ മഞ്ഞുമൂടി കിടക്കും. അവസാനത്തെ ഹിമയുഗം 11,000 വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. ഹിമയുഗത്തിന്റെ സമയത്ത് സമുദ്രങ്ങൾ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും അത് സമുദ്രാന്തർഭാഗത്തേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. സമുദ്രങ്ങൾക്ക് മുകളിലെ മഞ്ഞുപാളിയുടെ വലിപ്പം കൂടുന്നതോടെ അന്തരീക്ഷത്തിൽ നിന്നും എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനുള്ള ശേഷി സമുദ്രങ്ങൾക്ക് നഷ്ടമാകുന്നു. ഇത് ഭൂമിയിൽ തണുപ്പ് കൂടുന്നതിനുള്ള കാരണവുമാകും. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്തിയ ചെറുജീവികളുടെ ഫോസിലുകളിലൂടെയാണ് 1,00,000 വർഷത്തിന്റെ ഇടവേളയിൽ മഞ്ഞുപാളികളുടെ വലിപ്പം കൂടുകയും കുറയുന്നതുമായി ഗവേഷകർ കണ്ടെത്തിയത്. സമുദ്രങ്ങളിലെ ആൽഗകൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും നിർണായക പങ്കാണുള്ളത്. ഇപ്പോൾ ഭൂമി ഉഷ്ണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അവസാനത്തെ ഹിമയുഗത്തിന് ശേഷം ക്രമാനുഗതമായി ഊഷ്മാവും സമുദ്രനിരപ്പും ഉയരുകയാണ് ഉണ്ടായത്. മനുഷ്യനിർമ്മിതമായ ആഗോളതാപനം ഹിമയുഗത്തിലേക്കുള്ള ഭൂമിയുടെ പ്രയാണത്തിന്റെയും വേഗത കൂട്ടുന്നുണ്ട് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ ഉഷ്ണഘട്ടത്തിലൂടെയാണ് ഭൂമി കടന്നുപോകുന്നത് എന്ന് പറഞ്ഞല്ലോ. കുറഞ്ഞത് 50,000 വർഷങ്ങൾക്കു ശേഷം ഹിമയുഗം വീണ്ടും സംഭവിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രത്തിന്റെ വിലയിരുത്തലെങ്കിലും കാലാവസ്ഥയിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഇത് നേരത്തെ ആക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗൾഫ് സ്ട്രീം പോലുള്ള സമുദ്രപ്രവാഹങ്ങളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ആഗോളതാപനം ഒരു ഹിമയുഗത്തിന് കാരണമാകുമെന്ന് ചില സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും 1950-കൾക്ക് ശേഷം സൂര്യന്റെ ഊർജ്ജം വർദ്ധിച്ചിട്ടില്ലെന്നാണ് നാസയുടെ കണ്ടെത്തൽ. അതേസമയം ആഗോള താപനില ഉയർന്നു വരികയുമാണ്. അപ്പോൾ ഹിമയുഗം വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. പിന്നെ ഹിമയുഗത്തിലെ മനുഷ്യന്റെ അതിജീവനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താനൊന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.